ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. വളരെ ക്രിസ്പി ആയിട്ടുള്ളതാണ് ഈ റെസിപ്പി. അപ്പോൾ ഈ ഒരു റെസിപ്പി ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് പുഴുങ്ങിയെടുത്ത 2 മുട്ടയാണ് ആവശ്യം. 3 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. മുട്ട ഇതുപോലൊന്ന് ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മുട്ട ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവോളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയേ. അടുത്തതായിട്ട് ക്യാപ്സിക്കം പകുതി ആണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 3 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചെടുത്തതോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് 1 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉണ്ടല്ലോ, ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോവരുതേ. 3 ടേബിൾ സ്പൂൺ ധാരാളമാണ്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഉരുണ്ട് വരുന്ന ഒരു ഷേപ്പിൽ വേണേൽ നമുക്ക് കിട്ടാൻ. അപ്പോൾ അതിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഒരു ചപ്പാത്തി വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് കട്ട്ലൈറ്റിൻ്റെയൊക്കെ ഒരു വലിപ്പത്തില്ലേ, ആ ഒരു വലിപ്പത്തിലും കനത്തിലും നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ കട്ട്ലൈറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കുവാണേ. മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് തയ്യാറാക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണേ, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് ഇതിൻ്റെ പുറവശം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണേ. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഇഫ്താർ ടൈമിലും അതുപോലെ തന്നെ ചായക്കൊപ്പം വൈകുന്നേരങ്ങളിലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതിന് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.